അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമക്കാഴ്ചകളും അതുപോലെ തന്നെ വനത്തിൻ്റെ കാഴ്ചകളും ഒക്കെ അടങ്ങിയ എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പം ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്ന കാര്യമാണ്, ഒരു ക്യാമ്പിങ് ചെയ്യാമോ ടെൻ്റൊക്കെ അടിച്ചിട്ടെന്ന് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ ഒരു ക്യാമ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല വേനലാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യേണ്ട സെറ്റപ്പും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും ചെറിയൊരു ടെൻ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാറയ്ക്കടിയിൽ വന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ താഴെയാണ് എൻ്റെ വീട്. ഇത് നമ്മളിവിടെ ഓസൊക്കെ ഇടാൻ പോകുന്ന ഒരു വഴിയുടെ ഭാഗത്താണ് ഈ ഒരു പാറയുള്ളത്. അപ്പോൾ ഇത് റിസർവ് ഫോറസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ പറമ്പ് തന്നെയാണ്, നമ്മുടെ ജണ്ടയ്ക്ക് അകമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ ഇന്നൊരു സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. രാത്രി ഫുഡൊക്കെ വേവിച്ച് കഴിച്ച് അടിപൊളിയായിട്ടൊരു കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് വിറപ്പിക്കുന്നില്ല. തൊട്ട് ബാക്കിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ആന വന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടല്ലോ, അതെല്ലാം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് ബാക്കിലാണ്. എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഈ ഒരു പാറയുടെ അടിയൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്കിവിടെ ടെൻറ്റ് ഉയർത്താൻ വേണ്ടി. പിന്നെ കൂട്ടത്തിൽ ടാർപ്പയുണ്ട്, പറ്റുവാണെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് നമുക്ക് കെട്ടണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പാറയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനടിയിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇതിവിടെ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ സ്ഥലമാണ്. മഴ പെയ്താൽ അധികം ഇങ്ങനെ വെള്ളമൊന്നും വീഴാനായിട്ടുള്ള ഒരു സാധ്യതയില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് എന്തായാലും ഈ ഭാഗമെല്ലാം ഒന്ന് വെട്ടി ക്ലിയർ ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്കൊന്ന് ടെൻറ്റ് ഉയർത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു പാറയുടെ ഹൈറ്റ് കണ്ടോ, ഇത്രയും വലിയ ഹൈറ്റാണ് ഈ ഒരു പാറയ്ക്കുള്ളത്. അപ്പോൾ ഇതിന് മുകളിൽ പണ്ട് നമ്മൾ ആടൊക്കെ കൊണ്ടുവരുമ്പോൾ ആടൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി പോവേ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ നെറ്റ്വർക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു പാറയ്ക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഒരു പാറയും കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാകും, എന്നാലും ഇതൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മളിന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് കാടൊന്ന് വെച്ച് ക്ലീൻ ചെയ്യണം. നമ്മുടെ പറമ്പാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ കാട് വെട്ടുന്നതിനൊന്നും സീനൊന്നുമില്ല. ഇത് ഇടയ്ക്ക് കുറച്ച് താഴെയൊക്കെ ഞാൻ വന്ന് വെട്ടിയിട്ടതാണ്. ഇതെല്ലാം ഒന്ന് വെട്ടിക്കളയണം. ഇവിടെ ഇത്രയും വെട്ടിക്കളഞ്ഞ് അടിപൊളിയാക്കി എടുക്കണം ഈ ഭാഗമല്ല. നല്ല ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ ഇവിടെ ഒരു ടെൻ്റ് അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇന്ന് കോട്ടൂർ പോയായിരുന്നേ. കോട്ടൂർ പോയിട്ട് വന്നപ്പോഴേ പിന്നെ നോക്കിയിട്ടും എന്തായാലും ഒരു വീഡിയോയും ചെയ്യണം, പിന്നെ സമയവുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ആ ഡ്രസ്സിൽ തന്നെ നമ്മൾ വന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എന്തായാലും നമ്മൾ കോട്ടൂരൊക്കെ പോകുമ്പോൾ ഇടുന്ന വേഷത്തിൽ തന്നെ ഒന്ന് നിന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ തുണിയായിട്ട് വന്നത്, മൊത്തം തുണിയായിട്ട്. അല്ലെങ്കിൽ കാട് വെട്ടുമ്പോഴൊന്നും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഏതാണ്ട് ആ ഭാഗമാണേ. അവിടെ ഒരു ചുമന്ന ഡ്രസ്സ് ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മുടെ ബാക്കി ടെൻ്റ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം എന്ന് പറയണത്. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഏതാണ്ട് ഈ ഭാഗം ഇങ്ങനെ കുറച്ച് കാട് കിടപ്പുണ്ട് താഴെതാ ഈ ഭാഗം ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, അപ്പം കുറച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടേ. കാടൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഭാഗം നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. വലിയ കാടുകളൊക്കെ ആണെങ്കിൽ ഞാൻ മൊത്തം വെട്ടിക്കളഞ്ഞേ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പോച്ചയുണ്ട്. പോച്ച പിന്നെ അതിൻ്റെ അടിയിൽ, അതായത് ഈ ഗുഹയ്ക്ക് അടിയിലായിട്ട്, ഒരു ഗുഹയാണ്, ഈ ഗുഹയ്ക്ക് അടിയിലായിട്ട് കുറച്ചിങ്ങനെ പാറാ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റിയാൽ മാത്രമേ പിന്നെ അടുത്ത് നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കിടക്കുന്നുണ്ട് ഇതുപോലെ കുറേ പാറാ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ പണ്ട് മഞ്ഞളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ അടിയിലാണ് ഇരുന്ന് ചെത്തിയത്. അപ്പോൾ ഇതിനെയൊക്കെ അങ്ങ് സൈഡിലോട്ട് മാറ്റിയിടണം. ഇതുപോലെ എടുത്ത് ഇങ്ങോട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കിയിടണം. ഒതുക്കിയിട്ടാൽ മാത്രമേ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ടെൻറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വലിയ കല്ലുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനൊക്കെ നല്ല മച്ചിക എടുത്ത് മാറ്റാനൊക്കെ അത്യാവശ്യം പാടാണ് കേട്ടോ. ഇതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കും. വലിയ വലിയ 5-6 കല്ലുകളുണ്ട് ഇതിനകത്ത്. ഇതിനകത്താണെങ്കിൽ ടാർപ്പയുടെ ആവശ്യം അധികം വരില്ല, കാരണം വലിയൊരു
അത്യാവശ്യം വലിയൊരു ഗുഹയാണല്ലോ ഇത്. പവർ മസിൽ പവർ അമ്മച്ചി. ഇതിപ്പോൾ ആ കല്ലിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് അടുപ്പ് കൂട്ടാനായിട്ടേ, വൈകുന്നേരത്തെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് കുക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു അടുപ്പ് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കല്ലെടുത്ത് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. അതിനാവശ്യമായിട്ടുള്ള കല്ല് ഇവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്നെടുത്ത പാറ കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത് മൊത്തം. അല്ല, ഒരുപാട് പാറ കഷ്ണങ്ങളുണ്ട്. അതായത് എല്ലാം കുറേ പാറ കഷ്ണങ്ങളുണ്ട്. അതൊക്കെ ഈ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഈ കാടൊന്ന് വലിച്ച് ഈ കപ്പിനെല്ലാം വലിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കൈയിട്ട് വലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അതാണ് ഇങ്ങനെയുള്ള കാടുകൾ കൈയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ പാമ്പ്, പഴുതാര അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കാണും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടെല്ലാം ഒന്ന് വലിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം മൊത്തത്തിൽ. നല്ല ചിലന്തി വലയൊക്കെയുണ്ട് ഇതിൻ്റെ അടിയിൽ. പാറ ഇരിക്കുന്ന ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചർ പോലെയൊക്കെ തോന്നും. പക്ഷേ പേടിക്കരുത്, പേടിച്ചാൽ തീർന്നു. ഭയപ്പെടരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഇനി അത്രയും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്താ, അത്യാവശ്യം കാട് പറിച്ചെടുത്തു. അകത്ത് കണ്ട ഇവിടെ കുറച്ച് കാടുണ്ടേ, ഇതിലൂടെ നമുക്ക് പറിച്ച് കളയാം. ഇങ്ങനെ പറിച്ച് കളയണം. ഇത് കൂടുതലും ഈ കാട്ടുകുരുമുളകിൻ്റെ വള്ളിയാണ് കേട്ടോ ഇവിടെയൊക്കെ കിടക്കുന്നത്. ഇതിന് മുകളിലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ കുറച്ച് കമുകൊക്കെ നട്ട് ചെറിയ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ പാറയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേ മരത്തിൻ്റെ കൊമ്പൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്നൊന്നും വലിയ മൃഗങ്ങളും ഇറങ്ങി വരത്തില്ല. ഇപ്പോൾ പിന്നെ ആന വരണമുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. ഇപ്പോൾ രാത്രി നല്ല തീയും കൂടെ കൂട്ടിയിടണം. അതിനുവേണ്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് കുറച്ച് വിറകെടുക്കാൻ പോകാനായിട്ട്. അത്യാവശ്യം നല്ല കൊള്ളിയും വിറകൊക്കെ കൊണ്ടിവിടെ കൊണ്ടടുപ്പിക്കണം. ഇത് ഒരു സൈസ് മണ്ണാണ് ഈ കാണുന്നത്. ഇത് നമ്മളിവിടെ കുക്കിരുത്തിയിട്ടെന്നാണ് ഇതിനെ പറയണത്. കണ്ട ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അധികം കല്ലൊന്നും കാണത്തില്ല. അതായത് നമ്മുടെ മണ്ണിര ഉണ്ടല്ലോ, മണ്ണിര കഴിച്ചിട്ട് അതിൻ്റെ വിസർജ്യമാണ് ഈ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ണാണ് നമ്മളെടുത്ത് വീട് മുഴുകാനൊക്കെ ആയിട്ട് പണ്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ കണ്ട ഇങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് പോകണണ്ട. കണ്ട ഇതിനകത്ത് കല്ലൊന്നുമില്ല. മണ്ണിര കഴിച്ചിട്ട് അതിൻ്റെ വിസർജ്യം പുറത്തോട്ട് പറഞ്ഞ ഇതാണ്. ഇതുകൊണ്ട് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇതിനെ കൗത്തെടുത്തിട്ട് അപ്പോഴേ ചാണകം പോലെ ആവും. അങ്ങനെ ഇതാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മുഴുകാനായിട്ട്, വീടൊക്കെ ഇങ്ങനെ മെഴുകാനായിട്ട് എടുത്തിരുന്നത്. ഇതാണ്ട ഈ കാണുന്ന കുക്കിരിത്തീട്ടെന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. അതിവിടെ ഒരുപാട് ഇങ്ങനെ ഉണ്ട്. കുക്കിരി മണ്ണ് എന്നൊക്കെയാണ് പറയണത്. കണ്ട അതിങ്ങനെ പോകണുണ്ട്, ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കും കാടുകളിൽ. നല്ല ചീവീടിൻ്റെ ശബ്ദം കേൾക്കണം കേട്ടോ. ഇവിടെ മൊത്തം ഡേഞ്ചർ ഏരിയയാണ്. വീടിൻ്റെ തൊട്ട് മുകളിലാണെങ്കിലും എന്താ തൊട്ടപ്പുറത്താണ് ആന വന്നതും കുറച്ച് കൃഷിയൊക്കെ നശിപ്പിച്ചതും. ഇന്ന് രാത്രിയത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയും കാട് പിടിച്ചിടുന്ന സ്ഥലത്തിനെ നമ്മളിതാ വെട്ടി ക്ലീനാക്കി ഇപ്പോൾ ഇതാ ഈ കാണുന്ന ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ടേ. എങ്ങനെയുണ്ട്? ഇതാ ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടന്നതായിരുന്നു. അതിനതാ ഈ ഒരു പരുവത്തിന് നമ്മളാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്താണ് ടെൻ്റ് അടിക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല നിരപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നിരപ്പിവിടെ കാണുമെന്ന്. വെറും കല്ല് മാത്രമെന്നാണ് വിചാരിച്ചത്. അത്യാവശ്യം നല്ല നിരപ്പുള്ളത് കൊണ്ട് തന്നെ ഇനി പേടിക്കാനൊന്നുമില്ല. ഈ ചെറിയൊരു വെട്ടുകത്തി ഉണ്ടോന്നല്ലോ, ആ വെട്ടുകത്തി വെച്ച് തന്നെ നമുക്കിനി ഇതിനെ നല്ല നിരത്തി എടുക്കാൻ പറ്റും ഈ മണ്ണിനെ. ഇവിടുത്തെ ചപ്പിനെല്ലാം ഒന്ന് കൈയിട്ട് വലിച്ചു കളഞ്ഞാൽ ബാക്കി ഈ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് അടിപൊളിയാക്കി ക്ലിയറാക്കി എടുക്കാൻ പറ്റുമേ. ഒരു കത്തി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഈ ഭാഗത്താണെങ്കിൽ 5-6 കല്ലിരിപ്പുണ്ട്. ഇതിനെ ഈ സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നമുക്ക് സ്ഥലം കിട്ടും കേട്ടോ. ഇതിനെ ഈ ഭാഗത്തോട്ട് എടുത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് നല്ല സ്ഥലം കിട്ടും. എന്തുകൊണ്ടും പണിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടിയേ ഇതെല്ലാം ഒന്ന് നല്ല വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ കത്തി വെച്ച് ഇതാണ് നമ്മൾ കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ആരോ തലോടിടുന്നു കവിൾത്തടം. ശരിക്കും പറഞ്ഞാൽ ജലദോഷവും പനിയൊക്കെ പിടിച്ച ആകെ ശോകമൂകമായ ഒരവസ്ഥയിലാണ് ഇപ്പം.
ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ പനിക്കൊക്കെ ഒരു ശമനം ഉണ്ടാവൂ. ഞാൻ പോയില്ല, കാരണം ഞാനൊരു ആയുർവേദത്തിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചു. അപ്പോൾ ആയുർവേദത്തിൻ്റെ മെഡിസിൻ കഴിച്ച് എനിക്കത് കുറവുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് മരുന്നും കൂടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും. കൈയൊക്കെ പൊള്ളി ഒരുമാതിരി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അങ്ങനെ ആ ഒരു ആയുർവേദ മെഡിസിനാണ് ഞാൻ കഴിച്ചത്. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലുള്ള എപ്പിസോഡുകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ പാട്ട് പാടാനോ അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ പാട്ട് പാടാറില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെറിയൊരു പാട്ട് പാടാം. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല, ഒറ്റയല്ല. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരാം ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരാം ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. പാട്ടിൻ്റെ രണ്ടാമത്തെ വരിയുണ്ടല്ലോ, നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്, ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. അപ്പം അതൊക്കെ ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഓരോ വരികളാണ്. ഇതാരെഴുതിയെന്നോ ആരും എന്നെ പഠിപ്പിച്ചതെന്നോ എനിക്കറിയത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളിങ്ങനെ പാടും. അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ പഠിച്ചൊരു പാട്ടാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് പിരീഡ് ഉണ്ട്. ഇങ്ങനെ പാട്ട് പിരീഡ് ഉള്ള സമയത്ത് പാട്ട് ടീച്ചറൊന്ന് വിളിച്ചിട്ട് പോവും. എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികളെ വിളിച്ചിട്ട് പാട്ട് പ്രാക്ടീസിന് കൊണ്ടുപോകും. ദേവി എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു നമ്മുടെ പാട്ട് ടീച്ചർ. പിന്നെ അല്ലാതെ വേറെ 2-3 ടീച്ചർമാരൊക്കെ വന്നായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് പാട്ട് പഠിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പാട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ ടീച്ചറൊക്കെ പാടാൻ പറയുമ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ പാടും. പക്ഷേ പാട്ടിൻ്റെ ഒരു കോമ്പറ്റീഷന് ഞാൻ പങ്കെടുക്കാൻ പോകില്ല. അന്ന് ഭയങ്കര നാണം, പേടി, അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അന്നൊക്കെ പാട്ട് പാടാനും കോമ്പറ്റീഷനൊക്കെ അന്ന് പങ്കെടുത്താൽ മതിയെന്ന് ഇപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ മയക്കൊക്കെ എടുത്ത് പാടാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുത്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് പറ്റണ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പങ്കെടുക്കണം. ആ ഒരു സമയം അല്ലെങ്കിൽ സ്കൂള്, +2, കോളേജ് ആ ഒരു സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നമ്മൾ വിനിയോഗിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ടെൻ്റ് അടിക്കേണ്ട ഭാഗം നമ്മളങ്ങനെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലം മതിയാവും നമുക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ടെൻ്റ് ഈ കാണുന്ന ഭാഗത്ത് ടെൻ്റ് ഉയർത്തണം. ടെൻ്റ് ഉയർത്തി ഈ പാറയ്ക്കടിയിൽ സെറ്റ് ചെയ്ത് വച്ചിട്ട് വേണം നമുക്കിനി ബാക്കി വിറകെടുത്തിടാൻ. വിറകും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഈ വിറകും കാര്യങ്ങളൊക്കെ കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കലവും ഒക്കെ നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കാനായിട്ട് പോകണം. ഇവിടെ വെള്ളമില്ല, ഇവിടെ മുകളിൽ കുറേ ദൂരം പോകണം. അപ്പോൾ ഭയങ്കര ആനയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദൂരം പോയാലേ വെള്ളം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓസിട്ടുണ്ട്, തൊട്ട് താഴെ പൈപ്പ് കണക്ഷനുണ്ട്. നമ്മൾ മലമുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപാടി ടെൻ്റൊക്കെ ഒന്ന് ഉയർത്തിയതിന് ശേഷം നമ്മുടെ കലമൊക്കെ ഒന്ന് വൈകുന്നേരം ആകുമ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ അതിനെ ഒന്ന് കൊണ്ടുവന്നിട്ട് കലത്തിൽ വെള്ളവും കൂടെ എടുത്തിട്ട് വരണം മേളിലോട്ട് കയറുന്ന സമയത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ടെൻ്റ് ഉയർത്താം. എല്ലാം മിക്കവാറും ഒരു ആംഗിളിലായിരിക്കും ഷൂട്ട് വരുന്നത്, കാരണം ഒറ്റയ്ക്കുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യം നമുക്ക് ടെൻ്റ് ഉയർത്താം. ഇതൊക്കെ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തില്ലേ, അന്ന് നമ്മൾ എടുത്തതാണ് ഈ ടെൻറ്റ്. അതിനുശേഷം ഇതുവരെയും ടെൻറ്റ് എടുത്തിട്ടേ ഇല്ല. ഞാൻ മറന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ടെൻറ്റൊക്കെ ഉയർത്തുന്നതൊക്കെ. സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റായാൽ രക്ഷപ്പെട്ടു. ഈ ടെൻറ്റ് ഏകദേശം നല്ല പരുവായി കേട്ടോ. ഏകദേശം കീറിപ്പറഞ്ഞ് മഴയത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. വേനൽ സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ഒരുവിധം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ.
ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ എല്ലാം ഞാൻ മറന്നതുപോലെയാണ് ഇപ്പോൾ. ഇതിനെ പോൾ എന്നാണ് പറഞ്ഞത് ഈ സംഭവത്തിനെ. അങ്ങനെയാണ് തോന്നുന്നു, ഓൺലൈനിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പോൾസ്. സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. വിറകാണ് വിഷയം. കത്തണ വിറകെ കിട്ടാൻ പാടാണ്. പിന്നെ 2-3 കൊള്ളിയും കൂടെ എടുത്ത് ഇവിടെ കുറച്ച് തീ വിടണം. ആന സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് പാടാണ് എടുത്തിട്ടില്ലെങ്കിൽ. നോക്കാം, ഉയർത്തി നോക്കാം. വരുവായി ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. കാരണം ഇത് ഏത് കോലമായിരിക്കണമെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ തന്നെ ഇരിക്കണം. എൻ്റെ ഒന്ന് ഉയർത്തി കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മറന്നു. എനിക്കൊരു ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സിമ്പിളായിരുന്നു. അവൾ ക്യാമറ ഓടിച്ചിരുന്നേ, പിന്നെ ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ. ശരിക്കും കേട്ടോ, ഭാര്യയ്ക്കുള്ളവർ സമ്മതിക്കണം. അതും ഇങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ വ്ളോഗിങ് ഇതൊക്കെ താല്പര്യപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇതിനൊക്കെ ക്യാമറ ഓടിച്ച് തരാനും ബാക്കി സപ്പോർട്ടൊക്കെ ചെയ്യും. ഈ ഭാഗം ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കറക്റ്റ് നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത്രയായി. ഇനി ഇപ്പുറ സൈഡുണ്ട്. ഇപ്പുറ സൈഡും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ടെൻ്റ് ഇപ്പോൾ സെറ്റാണ്. ഇത് നൂത്തെടുക്കണതാണൊരു പാട്. എവിടെ ലോക്കായേട്ടാ, എവിടെ ലോക്കായി. ഇത് ഇവിടെ നിന്ന് കിട്ടേണ്ട സംഭവമാണേ. ഇതിങ്ങനെ 4 മൂലയും കൂടെ കൂട്ടി വെച്ച് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇനിതാ ടെൻ്റ് എടുത്ത് നമ്മൾ കിടക്കുന്ന സ്ഥലം എന്താ ഇവിടെയാണേ. ഇവിടെ ഒന്ന് എടുത്ത് വച്ചു കൊടുത്താൽ ടെൻ്റ് അത്യാവശ്യം സെറ്റായി എന്ന് പറയാം. ഇവിടെ നമ്മൾ തിരിഞ്ഞ് നോക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ ടെൻ്റ്. ഇനി ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ കാണിച്ചു തരാം ടെൻറ്റിൻ്റെ. ഇത്രയും സമയത്തെ നമ്മുടെ ഒരു കഷ്ടപ്പാടാണ് ഈ ഒരു ടെൻറ്റ് ഉയർത്താനുള്ള പരിപാടി എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മളിതാ എത്തി നിൽക്കുന്നത് നോക്ക്. അടിപൊളിയായിട്ട് ടെൻ്റൊക്കെ ഉയർത്തി ഇതാ നമ്മൾ കിടക്കുന്ന പാറ നോക്ക്. ഇതാണ്ട ഇത്ര ഉയരത്തിലും ഹൈറ്റിലുള്ളൊരു പാറയാണ്. ആ പാറയ്ക്ക് അടിയിൽ ഇതാ ഗുഹ പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതാ കണ്ട, ഇതിനകത്ത് ഒരാൾക്ക് കിടക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഈ ടെൻറ്റിനകത്തുണ്ടേ. അപ്പോൾ നമുക്ക് നേരെ ഇനി ടെൻറ്റിൻ്റെ അകത്ത് 2-3 കല്ലൊക്കെ പിടിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ടെൻറ്റ് ചിലപ്പം പറന്നു പോകും. കിടക്കുന്നതാണ് നമ്മുടെ പുതിയ ട്രൈപോഡ്. ഇത് ഞാൻ തൂത്തുക്കുടി പോയല്ലോ തമിഴ്നാട്, അന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ട്രൈപോഡും അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ. ഇത് ടെൻറ്റിൻ്റെ കവറാണ്, അതിനെ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കയറ്റിയ സാധനങ്ങളൊന്നെന്ന് പറയുന്നത് ഇതാ നമ്മുടെ ചുവന്ന ബാഗ്, നമ്മുടെ ക്യാമറയുടെ കൂടാണ് കേട്ടോ ഇത്. ക്യാമറയുടെ കവറ് അത് 2 കൊണ്ടുവന്നിട്ട് പിന്നെ വള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടാർപ്പ് അഥവാ കെട്ടുവാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കാനായിട്ടാണ്, ലോക്ക് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. ഇതാ ഈ ഒരു ടാർപ്പയും കൂടെ ഉണ്ട് നമുക്ക് അകത്തെടുത്തിടാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നനഞ്ഞിരിക്കുകയാണ്. ഇത് മഴ എന്തെങ്കിലുമൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ അകത്തെടുത്തിടാൻ വയ്യ, ഇതിനെ പുറത്തെവിടെയെങ്കിലും ഇടാം. അപ്പോഴത്തേന് ഇത് കിടന്ന് ഇതായിക്കോളും, നല്ല ഉണങ്ങിക്കോളും. അപ്പോൾ അതാ നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ ടെൻ്റ് അടിച്ചത് ആ പാറയ്ക്ക് അടിയിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വിറകെടുത്തുകൊണ്ട് വരണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു അടുപ്പും കൂടെ കൂട്ടി വയ്ക്കണം. അപ്പോൾ അത് 2 ഉള്ളൂ ഇനിയുള്ള പരിപാടി. ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ച് വിറകെടുത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇട്ട് കുറച്ചൊന്ന് തീയിടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കാട്ടാനയുടെ ശല്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിറകെടുത്ത് അത്യാവശ്യം ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ തീ അടിച്ചില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വിറകെടുക്കണം. വിറകെടുത്തിട്ട് വേണം ബാക്കി നമ്മുടെ കുക്കിങ്ങും പരിപാടികളൊക്കെ ഇനി വൈകുന്നേരമാണേ. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഈ ഒരു പാറയ്ക്കടിയിൽ ഇത്രയും മനോഹരമാക്കി വൃത്തിയാക്കിയിട്ട് ഇത് അടിപൊളി ഒരു ടെൻ്റൊക്കെ അടിച്ച് ഇതേപോലെ ആക്കുമെന്ന് ആരെയും പ്രതീക്ഷയില്ല. ആരും ചിലപ്പോൾ പ്രതീക്ഷ കാണത്തില്ല. അത്രത്തോളം ഭംഗിയായിട്ട് ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. സമയം കുറവാണ്, ആ കുറഞ്ഞ സമയത്ത് തന്നെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ടെൻറ്റിനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് പരിപാടിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി വിറകൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ചെറിയൊരു അടുപ്പ് കൂട്ടി, നമ്മൾ വൈകുന്നേരം കുക്ക് ചെയ്യേണ്ട അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഇപ്പം ചെറിയ റെസ്റ്റാണ്. ഞാനിപ്പോൾ വന്നത് ടെൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് ഇന്ന് രാത്രി നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി പോകുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോയിട്ട് കുളിച്ചിട്ട് വൈകുന്നേരം ഒരു ഇരുട്ടടിച്ച് വരുന്ന സമയമാകുമ്പം കയറി വരണം. ഇപ്പോൾ താഴത്തെ മാടത്തിൽ തീ കത്തിക്കണം. അതുപോലെ ഇവിടെ പുറത്ത് അത്യാവശ്യം നല്ല തീയിടണം. കാരണം ഞാൻ പറഞ്ഞല്ലോ കാട്ടാന ഉള്ളതുകൊണ്ട്
ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തീ അടിക്കണം. പിന്നെ അതിനുശേഷം നമ്മുടെ ആഹാരമൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് കഴിക്കണം. ഇതിനകത്തായിരിക്കും നമ്മുടെ ഉറക്കം. ഇനി പരമ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ചെറിയൊരു അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ കിടക്കുന്നത് വൈകുന്നേരം നമുക്ക് ആഹാരം വേവിക്കേണ്ട അത്യാവശ്യം വിറകുകളാണ്. പിന്നെ ഇതേപോലുള്ള ഈ കാണുന്ന വലിയ വിറകുണ്ട. അപ്പോൾ ഇതേപോലുള്ള കുറച്ച് വിറക് എടുത്തിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം തീ കത്തിച്ചിടാൻ വേണ്ടി. ഇരിക്കുന്ന പാറയുടെ ഒരു ഇരിപ്പ് കണ്ടോ, ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് വെള്ളം കയറാനായിട്ട് സാധ്യത കുറവാണ്. ഇവിടുത്തെ ഇരിപ്പ് കണ്ടോ, മരവും കാടുകളും ഒക്കെ നോക്കിയേ എന്ത് രസമാണെന്ന്. ഇവിടുത്തെ സൗണ്ട് കേട്ടാ, മൊത്തം ചീവീടിൻ്റെ ശബ്ദമാണ് ഇവിടെ. വെയിലിത് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, പാറത ഇവിടെ. അങ്ങനെ സമയം വൈകുന്നേരമായേ, ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുളിച്ച് റെഡിയായി പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ ആഹാരം വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ വെള്ളവും പിന്നെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഞാനിപ്പം നമ്മൾ ടെൻ്റ് അടിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ അതിൻ്റെ കുറച്ചടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പറമ്പാണെങ്കിലും ഭയങ്കര കാട് പിടിച്ച പറമ്പാണ്. തൊട്ടപ്പുറത്ത് അവിടെയാണ് ഒരു മരം ഉണ്ടല്ലോ, ആയിലെന്ന് പറഞ്ഞ മരത്തിനെ ആരാണ് തിന്നത്. അപ്പോൾ ഇന്ന് രാത്രിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. ഇവിടെയൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്, പക്ഷേ വനമായതുകൊണ്ട് ഇതിങ്ങനെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് മലയിഞ്ചിയുടെ കൃഷി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്ന ഭാഗത്ത് നല്ല തീയിടണം. പിന്നെ അത് കണ്ടോ, അവിടെയാണ് ആ പാറ. ആ പാറയ്ക്ക് അടിയിലാണ് നമ്മൾ ആ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറി പോകുന്നത് ഇതുവഴിയാണ് നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഭയങ്കര കാടാണ് ഇവിടെ. ഇതിനകത്ത് ചെന്ന് ഇങ്ങനെ കയറി ചെന്നാലേ നമ്മുടെ ടെൻ്റ് ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തുള്ളൂ കേട്ടോ. ഇതാണ് പാറ. പിന്നെ അടിയിലിങ്ങനെ നമ്മുടെ ടെൻ്റ് അങ്ങനെ ഇരിക്കുവാണേ. നല്ല ഇരുട്ടി വരെയാണേ. ഇവിടെയാണ് അടുപ്പ് കൂട്ടിയത്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെറിയ കലമാണ്, ഇതിനകത്താണ് നമ്മൾ ആഹാരം വേവിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ബോട്ടിലുണ്ട്, അതിനകത്ത് അത്യാവശ്യം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെൻറ്റിനകത്ത് മുഴുവൻ സാധനങ്ങളും നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട്, ക്യാമറ, പിന്നെ അതിൻ്റെ ആക്സസറീസ് സംഭവങ്ങൾ, പവർ ബാങ്ക്, ഫോണ്. പിന്നെ അതിന് പുറമെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചീനി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചീനി ഒക്കെ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ അത്യാവശ്യം ടെൻറ്റിന് തൊട്ടടുത്ത് തന്നെ തീയിട്ടിട്ടുണ്ട്. അത് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചീനി വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തീയും ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടിയത്. ആദ്യം നമുക്കത് വേവിച്ചൊന്ന് എടുത്തതിന് ശേഷം വേണം നമുക്കിനി ബാക്കി ഉള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. ബാക്കി ഇനി കിടക്കാൻ സമയമാകുമ്പം ബേക്കിൽ നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നതിൻ്റെ പിറകിന് ഈ വശത്തുണ്ടല്ലോ, ഈ വശത്ത് എവിടെയെങ്കിലും നമുക്കൊരു നല്ലൊരു ആഴി കൂട്ടിയിടണം, എന്നിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് തട്ടിപൊളിയായിട്ട് തീയൊക്കെ ഇരുന്ന് കത്തുന്നുണ്ടേ. ഞാൻ ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല വേനലൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് ഉണങ്ങിക്കിടന്ന വിറവുകളൊക്കെയാണ് ഞാൻ എടുത്തത്. അങ്ങനെ തീയിരുന്ന് കത്തുന്നുണ്ട്, നല്ല പുകയും പോകുന്നുണ്ട്. പുക പോകുന്നത് നല്ലതാണ്. ഈ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തൊക്കെ ഈ പുക ചെല്ലുവാണെങ്കിൽ വരാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും, നമ്മൾ കിടക്കുന്ന ഭാഗത്തേക്കൊക്കെ വരാനായിട്ട്. അങ്ങനെ തീരുന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം വൈകുന്നേരം എത്ര മണിയായെന്ന് ഞാൻ കാണിച്ചു തരാം. 6:48 6:48 ആയപ്പോഴുള്ളൊരു ഇതാണ്. ഇപ്പം നേരത്തെ ഇരുട്ടത്തില്ല കേട്ടോ. 6:48 ആയപ്പോഴുള്ളൊരു ഇരുട്ടാണേ. നല്ല ശബ്ദമാണ് ചീവീടിൻ്റെയൊക്കെ. അങ്ങനെ എന്തൊക്കെ അപശബ്ദങ്ങളൊക്കെ അപ്പുറത്ത് കേൾക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഈ ഒരു ലൈറ്റ് മാത്രമേ എടുത്തുള്ളൂ. പറ്റുമെങ്കിൽ ഇനിയൊന്ന് വീട്ടിൽ ഇറങ്ങി പോയിട്ട് ഒരു ലൈറ്റും കൂടി എടുത്തിട്ട് വരണം. അല്ലെങ്കിൽ ഒന്ന് തീയൊക്കെ ഇട്ട് നല്ല തീയൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെ നിൽക്കണം. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം വേവിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചീനിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ചീനി ഇവിടെ ഒരു കണ്ട, ഒരു മഞ്ഞ കവറുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ചീനി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വിളിച്ചിട്ട് ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് തന്നെയാണ് പിന്നെ എടുത്തിട്ടത്. കുറച്ച് ചീനി ഉണ്ടല്ലോ, മധുരക്കിഴങ്ങ്, ആ സംഭവത്തിനാണ് നമ്മൾ ചീനി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയും സാധനമാണ് മേടിച്ചിട്ടുള്ളത്, ഇത്രയും സാധനം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എനിക്ക് വേണ്ട, അതിന് ഫുള്ളായിട്ട് അവിക്കണോ. എന്തായാലും ഞാൻ ഇതിൽ 2 എണ്ണം മാത്രമേ ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളേ, ബാക്കി ഞാൻ ഇവിടെ വയ്ക്കുവാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് 2 മണ്ണൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് അടിപൊളിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രഷായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇത് കണ്ടത് അത്യാവശ്യം നല്ല മണ്ണുണ്ട് ഇതിൽ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ
ഒരുപാട് ഇരുട്ടി കയറി വരാൻ ഒത്തിരി പേടിയാണ്. പക്ഷെ വരുമ്പം ആ മൈൻഡിന് ഞാൻ കയറി വന്നോളും. പിന്നെ അതിന് പുറമേ നമുക്കൊരു ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ കത്തിച്ചിട്ടിരിക്കുന്ന ഒരു ലൈറ്റ്. ഈ ഒരു ലൈറ്റ് ഇന്ന് നമ്മൾ ചെറിയൊരു ലൈറ്റ് ഒരു 300 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചതാണേ. ഈ ഒരു ലൈറ്റ് 300 രൂപ കൊടുത്ത് മേടിച്ച ലൈറ്റിൻ്റെ വെട്ടം കണ്ട, അത്രയും വെട്ടമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലയിടത്ത് ഇതൊക്കെ ഇരിക്കും, മണ്ണൊക്കെ ഇരിക്കും. അപ്പം മണ്ണൊക്കെ ഒന്ന് ചുരണ്ടി കളയണം നമുക്ക്. മധുരച്ചീനി. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയുള്ള നമ്മുടെ ഭക്ഷണം. വേറെ ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പ് കടിക്കുന്നുണ്ട് എനിക്ക്. ആഹാരം ഉണ്ടാക്കുന്നതിന് ചെറിയൊരു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡേഞ്ചർ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ ഈ കാട്ടിനൊക്കെ അപ്പുറത്തുനിന്ന്. ഞാൻ നേരത്തെ ഭയങ്കര എന്തോ വല്ലാത്തൊരു ശബ്ദം കേട്ടോ അപ്പുറത്തുനിന്ന്. ഞാൻ വിചാരിച്ചത് എന്തരാണ് വിചാരിച്ച് ചെന്ന് നോക്കിയാണെങ്കിൽ ഒന്നും കണ്ടില്ല. എന്തരാന്ന് ഒരു പിടുത്തമില്ല. എപ്പോഴും ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു ഉൾഭയം എപ്പോഴും കാണും. ഈ ഒരു ഒറ്റ ലൈറ്റേ ഉള്ളൂ. വെളിയിലോട്ട് അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ട്, കണ്ടോ, നല്ല ഇരുട്ടാണ് വെളിയിൽ. ഇത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. ഇനി കഴുകാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതുപോലെ വെള്ളം വീത്തി ജസ്റ്റ് കഴുകിയെടുക്കണം. കഴുകി വെച്ചിട്ട് ഇത് അടുപ്പിലാക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോയി ഒരു ലൈറ്റ് എടുത്തുകൊണ്ട് വരണം. ചീനി കഴുകിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചെളി കേട്ട ജസ്റ്റ് വെട്ടി ഒരു പകുതി ഇങ്ങനെ പീസാക്കിയിടാം. ഇതുപോലെ ഒരു 5-6 കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ടേ. അതേപോലെ അടുത്തതിനെയും അതുപോലെ ജസ്റ്റ് നമ്മൾ കഴിക്കാൻ പറ്റുന്നൊരു കഷ്ണം ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ചീനിയാണ് നമ്മൾ എടുത്തത്. നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പാണ്. എന്തൊക്കെ വന്നാലും ഞാൻ ഇതേ കഴിക്കുകയുള്ളൂ, വേറൊന്നും കഴിക്കില്ല. വീട്ടിൽ ഇപ്പം പോവും ലൈറ്റ് എടുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ ചീനി ഇതാ ഈ ഒരു അടുപ്പിൽ കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേവിക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ തീനൊന്ന് കൂട്ടി കൊടുക്കുകയാണേ. ഇതാ ഏകദേശം നല്ല രീതിക്കിരുന്ന് കത്തുവാണേ. നമുക്ക് പതിയെ നമ്മുടെ ചീനി ഇതാ കലത്തിലാക്കി ചീനി കൊണ്ട് വയ്ക്കാൻ പോവാം. അത്യാവശ്യം ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കലം ഇരുന്ന് അങ്ങനെ തിളക്കുകയാണ്. തീ കത്തി ഏകദേശം കുറച്ച് സമയമാകുമ്പോൾ ഇത് വേവും. വലിയ സമയമൊന്നും വേണ്ട ചീനിയൊന്നും വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് രാത്രി കഴിക്കുന്ന സാധനം എന്ന് പറയുന്നത്. ടെൻ്റ് അങ്ങനെ കാണിക്കുവാണേ. ഇതാ ടെൻ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ ഭാഗത്താണ് എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. ആ ഭാഗത്ത് ഈ ഭാഗത്തൊന്നും പ്രത്യേകതയൊന്നുമില്ല കേട്ടാ. ഈ ഭാഗത്ത് ഒരു ലൈറ്റും കൂടെ ഉണ്ട്, അതും കൂടെ പോയി എടുത്തുകൊണ്ട് വരണം വീട്ടിൽ പോയിട്ട്. നേരത്തെ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. എടുത്തുകൊണ്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ചീനിയും കലവും ഇതൊക്കെ അത്യാവശ്യം വേവുമായിരിക്കുമേ. അപ്പോൾ ഞാൻ പതിയെ പോവുകയാണേ വീട്ടിലോട്ട്. വീട് വരെ ഒന്ന് പോയായിരുന്നേ. വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ ചീനിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിടപ്പുണ്ടേ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് വടിച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയത് ഒന്ന് പേശ കൊടുക്കാനും പിന്നെ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഹെഡ് ലൈറ്റ് എടുക്കാനുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന അത്ര സേഫല്ല. എന്നിരുന്നാലും ഈ ലൈറ്റ് ഒന്ന് വേണമായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ എടുക്കാനായിട്ട് പോയത് വീട് വരെ. വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞ് നോക്കി കിടക്കണമെന്ന് പറഞ്ഞ്. തൊട്ട് താഴെയാണ്, ഒരു 400 മീറ്റർ അടിയിലാണ് നമ്മുടെ വീടുള്ളത്. നമ്മുടെ ഏറുമാടത്തിൻ്റെ ഒരു 100-150 മീറ്റർ മുകളിലാണ് ഞാനിപ്പം ഈ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. അപ്പോൾ എല്ലാം ചെയ്ത് എല്ലാം കൊണ്ടുവന്നു എന്നൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷേ ഒരു സാധനം മാത്രം ഞാൻ കൊണ്ടുവന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോർത്ത് എടുത്തുകൊണ്ട് വരണമായിരുന്നു, അട പിടിക്കാനാണ്. അപ്പോൾ അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാലം ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടിൽ ഇതുപോലെ 2 ഇല കുറച്ചെടുത്തിട്ടുണ്ട് കാട്ടിൽ. അപ്പോൾ അതിനെ ഇങ്ങനെ അടയായിട്ട് പിടിക്കുക.
നമുക്ക് നമ്മുടെ വെള്ളം ഇങ്ങനെ വടിച്ച് കളയാം. ചീനി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ നല്ല മാവ് പോലെ വന്നിട്ടുണ്ട് സാധനം. സെറ്റ് സംഭവം നല്ല ചൂടുണ്ട്. സെറ്റ് ജസ്റ്റ് ഒന്ന് തീയിട്ട് കൊടുത്താൽ മതി. നിന്ന് സെറ്റായിക്കോളേ. അടിപൊളിയായിട്ട് സാധനം വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈയിട്ട് ഇങ്ങനെ പിടിച്ചിറക്കാനേ. ചീനി വെന്തുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട്. ഇനി അടുത്തത് ഈ കിടക്കുന്ന വിറവുകളുണ്ടാ, ഇതെല്ലാം കൂട്ടി ഈ ഭാഗത്തോട്ടൊരു വലിയൊരു ആഴി അടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഞാൻ. അത്യാവശ്യം വെട്ടമുണ്ട് നമ്മുടെ ലൈറ്റിന്. 2 മോഡുണ്ട്. ഇങ്ങനെ ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വെട്ടം കാണാനായിട്ട് പറ്റുവേ. ആയിട്ട് നമ്മൾ തീയിട്ടിട്ടുണ്ടേ. അത് ലൈറ്റ് അണയ്ക്കുമ്പോൾ കാണാം. ചെറുതായിട്ടിരുന്ന് തീ കത്തയാണ്. രാത്രിയാണെങ്കിൽ ഒടുക്കത്തെ കാറ്റും. ഇനി കത്തി വരണം തീ. ചെറിയൊരു പൊട്ട് വെട്ടം പോലെ കാണാം. നല്ല പുകയടിക്കുന്നുണ്ട്. അത്യാവശ്യം വിറവെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം വിറവൊക്കെ എടുത്തിട്ടായിരുന്നു. ആ വിറവിൽ ഇങ്ങനെ ഇരുന്ന് തീ കത്തയാണ്. അപ്പോൾ വിറവ് തീരാണെങ്കിൽ പേടിക്കുകയില്ല. തൊട്ട് മുകളിൽ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല വിറവ് കിട്ടും. പിന്നെ വിറകിൻ്റെ കാര്യത്തിന് പേടിക്കണ്ട. പിന്നെ മഴ വരുവാണെങ്കിൽ മാത്രമേ ഒരു സീനുള്ളൂ. മഴ വരുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ സേഫല്ല. കാരണം ഇവിടെ അത്യാവശ്യം മഴ പെയ്ത് വെള്ളമൊക്കെ ഇറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ ഇവിടെ. തീ കത്തി എന്തായാലും നല്ല ഇതായിട്ട് വരും. ഇപ്പോൾ ചെറുതായിട്ട് കത്തി തുടങ്ങിയതേ ഉള്ളൂ. വിറകുണ്ടല്ലോ, വിറകിട്ട് തീ ഇട്ടില്ലേ, ആ തീ അങ്ങനെ അത്യാവശ്യം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിറവേ ഉള്ളൂ. കൂടുതൽ വിറവുണ്ടെങ്കിൽ നല്ല ആൾ കത്തിയാനേ. എന്നാലും അത്യാവശ്യം കത്തുന്നുണ്ടേ. മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും സമയം പാൻറ്റാണ് ഇട്ടുകൊണ്ടിരുന്നത്. പാൻറ്റും ഒരു ഈ ഷർട്ട് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അത് ഇട്ടപ്പം ഭയങ്കര അസ്വസ്ഥത. പിന്നെ ഞാനതങ്ങ് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചീനി അടിപൊളിയായി വെന്തിട്ടുണ്ട്. കണ്ട, ഒരു അടിപൊളി ചീനി. കഴിച്ച് നോക്കാം ജസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കുന്നതിന് മുമ്പ് കൊതിയന്മാർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിഞ്ഞുള്ളതാണ്. പ്രത്യേകിച്ച് ചമ്മന്തിയൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് സവാള ഉണ്ട് കയ്യിൽ. സവാള ഒന്ന് പൊളിച്ചെടുത്തിട്ട് സവാളയും ഉപ്പും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എനിക്ക് പിന്നെ അങ്ങനെ ഇന്ന ആഹാരം കഴിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വിശപ്പിന് ഏതെങ്കിലും ഒന്ന് കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സവാളയും ബാക്കി നമ്മുടെ അവിച്ച ചീനി, ഇത് രണ്ടുമാണ് കഴിക്കാൻ വേണ്ടി പോണത്. സവാള കഴുകി എടുത്തിട്ടുണ്ട്. സവാളനെ ജസ്റ്റ് ഇതുപോലെ ഒരു ഇലയിൽ അരിഞ്ഞു വയ്ക്കാവേ. ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കൂവൽ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടൊക്കെ നമ്മളിവിടെ, അതായത് നമ്മുടെ കോട്ടൂർ അഗസ്ത്യവനത്തിലുള്ളവരുടെ എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കൂവല തന്നെയാണ്. കൂവല പറിച്ച് കറ്റയാക്കി കെട്ടി കോട്ടൂർ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുകൊടുക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ ഒരുപാട് പേര് ജീവിച്ചു വന്നത്. ഇപ്പോഴും കൂവലയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതിനുശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത്, ഇത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത്, ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്ന സമയത്ത് വീട്ടിൽ നിന്ന് കഴിച്ചതെന്ന് പറയണത് 2 ചപ്പാത്തി, പിന്നെ ബീൻസ് കറി, അതാണ് കഴിച്ചത്. പിന്നെ ആറ്റുമീനുണ്ടായിരുന്നു, അതും ചോറും. അത് ശകലേ കഴിച്ചുള്ളൂ. നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പ്. അപ്പോൾ നമ്മുടെ ചീനി എടുത്തിട്ടിട്ടുണ്ട് ഇലയിലോട്ട്. നല്ല കൂവലയിൽ ചീനി എടുത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊതി വന്നിട്ട് വയ്യ. ഇനി നമ്മുടെ വേറൊരു കൂവലയിൽ ഞാൻ ശരിയാക്കി വെച്ചതാണ്. നല്ല സവാളയും ഉപ്പും ഉണ്ട്. ഇത് രണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക്. കഴിക്കാവേ. എപ്പോഴും ഞാൻ ഒരു സാധനം എടുത്ത് വായിക്കകത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇന്നങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ. മധുരച്ചീനി എൻ്റെ വിശപ്പിൻ്റെ ആക്രമണം കൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ കണ്ട, ഇത് അനിയത്തിയുടെ ബോട്ടിലാണ്. ഇതൊരു 3 സെറ്റുണ്ട്. അപ്പോൾ ഇത് 2 ലിറ്ററിൻ്റെ വെള്ളമാണ്. ഈ 2 ലിറ്റർ വെള്ളം കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ പാറയ്ക്കടിയിൽ വന്നത്.
പിന്നെ കലത്തിൽ നമുക്ക് ആഹാരം വേവിക്കാൻ കലത്തിനകത്തും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വാവച്ച് കുടിക്കാനും പറ്റും, അതല്ലാതെ ഇപ്പം തൽക്കാലം ഇതേ നടക്കുകയുള്ളൂ. കണ്ട ഇങ്ങനെ കുടിക്കാൻ. ഇങ്ങനെ കുടിക്കാനേ പറ്റുള്ളൂ ഇപ്പം. അങ്ങനെ ഈ 2 ലിറ്റർ വെള്ളവും ചീനിയും സവാളയും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി എന്താവുമെന്നൊരു പിടുത്തമില്ല. മഴ പെയ്യുകയാണെങ്കിൽ പണി വാളും. വേറെ പരമ്പ് ഒന്നും ഞാൻ എടുത്തില്ല. ഇതൊരു ഞാൻ ഇരിക്കുന്ന ഒരു ടാർപ്പായുണ്ട്, അത് മാത്രമേ നോക്കൂ. ലൈറ്റ് എത്ര മണിക്കൂർ നിൽക്കുമെന്നും അതും ഒരു പിടുത്തമില്ല. പിന്നെ വേറൊരു ലൈറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് കഴിക്കുന്ന ഈ ഒരു ചീനി ഉണ്ടല്ലോ, ഈ ഒരു ചീനിയുടെ ബാക്കിയായിരിക്കും മിക്കവാറും ഞാൻ നാളെ കഴിക്കുന്നത്. എന്നേ പറ്റുള്ളൂ. രാവിലെ ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല. ബാക്കി ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് പോകും. 5-6 പീസ് കിടക്കയില്ലേ, ഇതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഒരുപാട് ആഹാരം ഇങ്ങനെ വലിച്ചു വാരി കഴിക്കണം അങ്ങനെയൊന്നും എനിക്കില്ല. യാതൊരു പ്രതിസന്ധി കിടന്നാലും ഞാൻ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. കഴിക്കാൻ കൊള്ളാമെന്നുള്ള സാധനങ്ങൾ എനിക്കങ്ങനെ ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല. എന്ത് കിട്ടിയാലും കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആഹാരങ്ങളൊക്കെയാണ് നല്ല ആഹാരങ്ങൾ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. നമ്മൾ ഹൈജീൻ ഫുഡൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് പോയ്സൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ആഹാരങ്ങൾ കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ദേഹാസ്വാസ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഹൈജീൻ ഫുഡ് കഴിച്ചിട്ട് മാത്രമാണ് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. എടുത്തു വെച്ചതാ നല്ല ചീനിയും ഒത്തിരി സവാളയും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 കിഴങ്ങ് കൂടെ ഞാൻ എടുത്തേ. എനിക്ക് കറിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് അറിയില്ല, എനിക്ക് ഉപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ വെട്ടം കുറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ലൈറ്റുണ്ട് കണ്ടോ, ഈ 2 ലൈറ്റുണ്ട്. ഈ 2 ലൈറ്റും വെച്ചാണ് നമ്മുടെ ഇതിനകത്തുള്ള പരിപാടികളെല്ലാം ചെയ്തത്. പിന്നെ നമ്മുടെ ഫോണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് വിവോയുടെ V60 എന്ന് പറഞ്ഞൊരു മോഡൽ ഫോണാണേ. സമയം കാണിച്ചു തരാം. 9:26 തിരിഞ്ഞേ കാണുള്ളൂ. തിരിച്ചു വെച്ച് നോക്കാം. 9:26 രാത്രി 9:26 ആയിട്ടുണ്ട് സമയം. ഡേഞ്ചറാണ് ഈ സമയത്തൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പം പതിയെ ഇവിടെ ഒരു ടാർപ്പായുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ കിടക്കാനായിട്ട്. ദാണ്ട ഈ ടാർപ്പായ ഇത് മാത്രമേ ഉണ്ട് കിടക്കാൻ. ഇതിൽ ജസ്റ്റ് ഒരു സ്ഥലത്ത് സൈഡ് തിരിഞ്ഞിങ്ങനെ ഇവിടെ കിടക്കണം, അങ്ങനെ പരിപാടി. പിന്നെ വേറൊന്നുമില്ല എനിക്ക്. ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ആ സൈഡിൽ കുപ്പി, വെള്ളം എല്ലാം ആ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തീ ഇട്ടിട്ടുണ്ട്. ഇപ്പം തീ ഇടന്ന് ഇങ്ങനെ കത്തയാണ്. അപ്പോൾ തീ ഇടന്ന് ഇങ്ങനെ കത്തട്ട്. അപ്പം തീയാണ് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് തീ ഇങ്ങനെ ഇട്ടിരിക്കുവാണേ. അതാ ഈ ഭാഗത്ത് നമ്മുടെ വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മുടെ ക്യാമറ ബാഗ്, പിന്നെ അതാ കിടക്കുന്ന ക്യാമറയുടെ കൂട്, പിന്നെ നമ്മുടെ ചീനി അവിച്ചതിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ അതിന് പുറമെ എന്താണ്ട ഒരു കയറ്, അത് ടാർപ്പ അങ്ങനെ കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ടാർപ്പ, ടെൻറ്റിൻ്റെ കവർ അതെല്ലാം ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഈ ഭാഗത്താണ് ഞാൻ ഇനി ചരിഞ്ഞ് ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണ്, പിന്നെ അതാ ടോർച്ച് ലൈറ്റ് കിടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൻ്റെ നമ്മൾ കിടക്കുന്ന സൈഡ് എവിടെയാണ് അതിൻ്റെ തലവശത്ത് കണക്കിന് കിടക്കണം കേട്ടോ, ലൈറ്റ് വെച്ചിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും, പെട്ടെന്ന് രാത്രി തപ്പിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും വലത്തേ സൈഡ് അല്ലെങ്കിൽ ഇടത്തേ സൈഡ് നമ്മൾ എപ്പോഴും, ഇപ്പം ഞാൻ കിടക്കുന്ന സ്ഥലത്ത് ഇടത്തേ സൈഡ് ലൈറ്റ് വയ്ക്കുന്നതാണ് ഏതോ. അങ്ങനെയാണ് കിടക്കാനായിട്ടുള്ള ഏതോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. അതിനിപ്പം നാളെ രാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സമയം എത്ര എന്നുണ്ടോ? രാത്രി 12:37 ആയിട്ടുണ്ട്. 12:37. വെളിയിലൊക്കെ ആണെങ്കിൽ ഊട്ടുക്കത്തെ സൗണ്ടാണ് കേട്ടോ. എന്തോ ചീവീടിൻ്റെയും കിളികളുടെയും വേണ്ട ശബ്ദങ്ങൾ. ഇവിടെ വെളിയിൽ നമ്മുടെ തീ ഞാൻ ഇപ്പോഴായിട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ. ഉറക്കമെണീറ്റിട്ട് ഉറങ്ങിയില്ല ശരിക്കും പറഞ്ഞാൽ, ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടിയിട്ടിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഷെഡിനകത്തോട്ട് കയറിയത്. അത്യാവശ്യം നല്ല വെട്ടം അടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ്
നമ്മുടെ എമർജൻസി ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ എന്താ ഇതുപോലെ വെട്ടം കാണാം. ഇങ്ങനെ ഇതിലായിട്ട് വെട്ടം കാണാം. തീ ആ ഭാഗത്ത് ഇങ്ങനെ കൂട്ടി കിടന്ന് കിട്ടുന്നതായിട്ടും കാണാം. ജസ്റ്റ് ഇതാ ഒന്ന് എണീറ്റിരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര സമയമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. സമയം ഞാൻ കാണിച്ചു തരാം. സമയം ഞാൻ സെറ്റാക്കി വെച്ചിരിക്കണമെന്നല്ല. 12:40 രാത്രി. ഇടയ്ക്കിടയ്ക്ക് എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കാവേ. എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. മരങ്ങൾ വീഴുന്ന പോലെയാണോ വേറെ എന്താണെന്ന് അറിയത്തില്ല. മരങ്ങൾ വീഴുന്ന പോലെയാണ് കേൾക്കണത്. ഭയങ്കര ഡേഞ്ചറാണെങ്കിൽ എണിച്ച് വീട്ടിലോട്ട് വിടണം. വെളുത്ത് വരെയാണേ. കിളികളുടെയൊക്കെ ശബ്ദം കേട്ടോണേ. ഇന്നലെ ഒരു രാത്രി നമ്മളങ്ങനെ ഈ പാറയ്ക്കടിയിൽ ഈ ഒരു ചെറിയൊരു ഗുഹ പോലെയുള്ള സ്ഥലത്ത് നമ്മളങ്ങനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പം പേടിയുണ്ടോയെന്ന് കേട്ട് കഴിഞ്ഞാൽ വലുതായിട്ടൊരു പേടിയും കാര്യങ്ങളൊന്നും ഇന്നലെ രാത്രി ഇവിടെ കിടന്നപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചില സൗണ്ടുകളൊക്കെ കേൾക്കാം. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കാനില്ല. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ തീയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും രാത്രി ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ കാട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളൊരു മീഡിയം കണക്കിന് എന്ന് വെച്ചാൽ അധികം അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. നമ്മളെപ്പോഴും ഒരു ഉള്ള ഓർമ്മയിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങണം. അതുകൊണ്ട് ഞാനങ്ങനെ അധികം ഉറങ്ങിയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ആയപ്പോഴാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം പോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തേയിലയൊക്കെ ഇടണമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ രാവിലെ വിറകൊക്കെ തീർന്നു. മൊത്തം ഇന്നലെ രാത്രി തന്നെ കത്തിച്ച് തീർത്ത്. നമ്മൾ കൊണ്ടുവന്ന വെള്ളക്കുപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വേണം. നമ്മൾ ഇന്നലെ രാത്രി ഉപയോഗിച്ചത് ഈ കാണുന്ന ലൈറ്റാണ്. ഇത് അത്യാവശ്യം നമ്മുടെ ഒരു ദിവസമൊക്കെ അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു വെട്ടം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇത് പവർ ബാങ്ക് കുത്തി യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഇത് പവർ ബാങ്ക് അല്ല, വേറെ കേബിളാണ് ഇത് ചാർജ് ചെയ്യണത്. വലിയൊരു കേബിളാണ്. അപ്പോൾ ഇതിന് നമ്മൾ പതിയെ ഇതിനകത്തെല്ലാം പാക്ക് ചെയ്തെടുക്കണം. പതിയെ എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് വലുതായിട്ട് പാക്ക് ചെയ്യൊന്നുമില്ല. ഈ സാധനമുണ്ട് പാക്ക് ചെയ്യാൻ. പിന്നെ നമ്മുടെ പിച്ചാത്തി, നമ്മുടെ ആയുധം, ഈ സാധനമുണ്ട്. പിന്നെ തീപ്പെട്ടി, പഞ്ചസാര, തേയിലപ്പൊടി, പിന്നെ ഇന്നലെ കൊണ്ടുവന്നതിൻ്റെ ഒരു ചീനിയുണ്ട് കേട്ടോ. അപ്പം ബാഗിനകത്ത് കയറ്റേണ്ട സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ എടുത്ത് കയറ്റിയിട്ടുണ്ടേ. ഇന്നലെ രാത്രി അവിച്ച ചീനിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രാവിലെ വീട്ടിൽ പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഇനി കഴിക്കാം. ഇനിയാണെങ്കിൽ വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് താഴെ ഇറങ്ങി പോകണം. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാവേ. കിടന്ന പാറയ്ക്ക് മുകളിൽ നിൽക്കുമ്പം കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഈ മഴയൊക്കെ പിടിച്ചിട്ട് അതുപോലെ ഇലയൊക്കെ ഇങ്ങനെ തീർത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ മലനിരകളൊന്നും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടവും ഒക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണേ. ഇതാ കണ്ടോ, നമ്മൾ നിൽക്കുന്ന പാറയ്ക്ക് മുകളിൽ ചുറ്റും ഒരുപാടധികം കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഭാഗം കാണിച്ചു തരാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ കുറച്ച് കവുങ്ങൊക്കെ നട്ടിട്ടത്. പിന്നെ അതിന് പുറമെ ഇത് വലിയൊരു പാറാക്കെട്ടാണ്. അത് പുലിയൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നതൊക്കെ തുറ്റിയത് കെട്ടെന്ന് പറഞ്ഞൊരു കെട്ടാണ്. അത് ആ കാണുന്ന അവിടെ ആ പാറാക്കെട്ട്. അങ്ങനെ ഇതിൻ്റെ മണ്ടയിലാണ് പുലിയൊക്കെ കയറി കിടക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ നല്ല തീയൊക്കെ ഇട്ട് കിടന്നതുകൊണ്ട് തന്നെ അധികം പേടിയൊന്നും തോന്നിയില്ല. ഫുള്ളും നമ്മൾ സർവൈവ് ചെയ്തു. അപ്പോൾ ഇത് കണ്ട, ഇതൊരു ആൽമരമാണ്. ഈ ആൽമരത്തിന് താഴെ കാണുന്ന പാറയുണ്ടല്ലോ, ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ വലിയ അരണകളൊക്കെ കിടക്കുവേ. അപ്പോൾ ഈ ഒരു ആൽമരം ഇതാ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതാ ഇതിൻ്റെ അടിയുണ്ടോ, ഈ ഒരു അടിഭാഗം, ഇതാ തൊട്ടടിഭാഗം, ഇതാ അവിടെയാണ്, ആ തൊട്ടടിഭാഗത്ത് അവിടെയാണ് നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തതേ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം? പരിപാടി അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പരിപാടി. ഇന്നലെ നമ്മൾ കൊണ്ടിട്ടത് ഈ ഒരു ടാർപ്പായിരുന്നു. ഇത് മഴയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഇതിപ്പോൾ യൂസ് ചെയ്യാം.
ഇതൊക്കെ ഭാവിയിൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ്, അതായത് ടെൻറ്റ് ക്യാമ്പിങ് വീഡിയോസ് നല്ല രീതിക്ക് ചെയ്ത് അതിന് നല്ല റീച്ച് കിട്ടുവാണെങ്കിൽ മാത്രം നമുക്ക് നല്ല ടെൻറ്റ് മേടിക്കുക. എല്ലാം അഴിച്ചു പെറുക്കി ഇട്ടിട്ടുണ്ട്, ടെൻറ്റിൻ്റെ സെറ്റപ്പ് എല്ലാം. അവിടെ ഒരു ടാർപ്പയും ഇനി ആ ടെൻറ്റും കൂടെ മാത്രമേ ചുരുട്ടാനുള്ളൂ. എന്തായാലും നമ്മുടെ ടെൻറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കാരണം ടെൻറ്റ് തീരാറായി അതിൻ്റെ കാലാവധി. അങ്ങനെ ടെൻറ്റും നമ്മുടെ ടാർപ്പായും ഒക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്, കലവും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കിടന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്ന നിരപ്പ് വശത്താണ് നമ്മൾ ടെൻറ്റ് അടിച്ചത്. ഇതാ ടെൻറ്റും സാധനങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ടാർപ്പായ, ടെൻറ്റ്, പിന്നെ എൻ്റെ ചെരുപ്പ്, പിന്നെ സഞ്ചി, എൻ്റെ ബാഗ്, എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് രാവിലെ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ തൊട്ട് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമേ. അപ്പോൾ ഇത് നമ്മുടെ കൃഷികൾ തന്നെയാണ് കേട്ടോ. ഇത് വേറെ റിസർവ് ഫോറസ്റ്റ് ഒന്നും അല്ല, നമ്മുടെ വിളക്കകത്താണ് നമ്മൾ ഈ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കുരുമുളകാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളങ്ങനെ കുറച്ച് കാടൊക്കെ വന്ന് വെട്ടി ഒരു പാറയ്ക്കടിയിൽ ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്ത് വന്ന് ടെൻ്റൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഒരു ദിവസം രാത്രി സർവൈവ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു ടെൻറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ തുടക്കം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പിങ് വീഡിയോകൾ നെക്സ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഉൾഗ്രാമ കാഴ്ചകൾ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഇന്നലെ പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ വന്ന് ഈ ഒരു ക്യാമ്പിങ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്യാമ്പിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലൊക്കെ പറയും ഭയങ്കര സിമ്പിൾ പോലെ, പക്ഷേ സിമ്പിളല്ല. ഈ പാറ കൂട്ടത്തിൻ്റെ ഇടയ്ക്കും അതുപോലെ കാട്ടിനകത്തും വന്ന് ഒരു രാത്രി കിടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ധൈര്യമായിട്ട് അടുത്ത എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് പോയി ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പം നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഇങ്ങനെ ധൈര്യം കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോയിലെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും എൻ്റെ കൂട്ടത്തില്ല എന്ന് പലർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇതെല്ലാം വർക്ക് ചെയ്തത്, എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്, വേറൊരു മനുഷ്യനും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും സമയമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് പറയാം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമെന്ന് പറയാം. അതങ്ങനെ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ നമ്മുടെ ഈ ഒരു ക്യാമ്പിങ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പറയുക. അടുത്ത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തിരുത്താം. അടുത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മളതും കൂടെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.